കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. നാസലേറ്റും ഫാത്തിമയും മെജുഗുറിയായും ചൊല്ലുന്നു. ലോകം ജീവിതം പോയിടിൽ നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മക്കളുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അമ്മയുടെ ശുശ്രൂഷയാണ് മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷ. പരിശുദ്ധ അമ്മയാണ് ഈ ശുശ്രൂഷ നയിക്കുന്നതും. പരിശുദ്ധ അമ്മയുടെ വിവിധ പ്രത്യക്ഷപ്പെടലുകളിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്വർഗത്തിൻ്റെ ദൂതാണ് മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലൂടെ നാം മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുന്നത്. അമ്മ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് നിരവധിയായ സന്ദേശങ്ങൾ നൽകുകയുണ്ടായി. ഈ സന്ദേശങ്ങളെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത, മക്കളെ നിങ്ങൾ എൻ്റെ പുത്രനിലേക്ക് വരിക എന്നുള്ള ഒരാഹ്വാനമാണ്. അമ്മയുടെ എല്ലാ സന്ദേശങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോഴും അതെല്ലാം കൊണ്ടെത്തിക്കുന്നത് അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിലേക്കാണ്. നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ പന്തയിൽ പ്രാർത്ഥിക്കണം, നിങ്ങൾ ക്ഷമിക്കണം, പൊറുക്കണം, എല്ലാം പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. അവസാനം ഇതെല്ലാം വരുന്നത് എങ്ങോട്ടാണ്? എൻ്റെ പുത്രൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് വരിക, എൻ്റെ പുത്രനെ നിങ്ങൾ സ്വന്തമാക്കുക, എൻ്റെ പുത്രനോട് ചേർന്നിരിക്കുക. കാരണം അവനോട് കൂടെയുള്ള ഒരു നിത്യജീവിതമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നുള്ള സന്ദേശമാണ് പരിശുദ്ധ അമ്മയുടെ വിവിധ സന്ദേശങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഈ കഴിഞ്ഞ ആഴ്ചകളെല്ലാം നമ്മൾ കണ്ടത് പരിശുദ്ധ അമ്മ പറഞ്ഞു തന്ന ചില പ്രത്യേക ദൈവീക ഇടപെടലുകളെക്കുറിച്ചാണ്. നമ്മൾക്കറിയാം, 2 ആഴ്ച മുൻപ് പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു തന്നത് നാം മനസ്സിലാക്കിയുണ്ടായി. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്നും പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കണമെന്നും പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ സമർപ്പിക്കണമെന്നൊക്കെയുള്ള പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ. ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ ത്രിത്വൈക ദൈവം ആരാണെന്ന് പരിശുദ്ധ അമ്മയുടെ വാക്കുകളിലൂടെ അല്പമെങ്കിലും മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയായിരുന്നു. ത്രിയേക ദൈവത്തിൻ്റെ അസ്തിത്വം, ത്രിയേക ദൈവത്തിൻ്റെ ഈ ലോകത്തിലെ സാന്നിധ്യം, ത്രിയേക ദൈവം ആരാണ്, അവനായിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ ദൈവമാണ് എന്നുള്ള തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കിയ നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൻ്റെ നിമിഷങ്ങൾ. ഇന്ന് ഈ എപ്പിസോഡിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളിലൂടെ അമ്മ പകർന്നു തന്ന വലിയ സ്നേഹമാണ് ഈശോയുടെ തിരുശരീര രക്തങ്ങളോടുള്ള സ്നേഹം. ഈശോയുടെ തിരുശരീര രക്തങ്ങളെ ആഴത്തിൽ സ്നേഹിക്കുവാനുള്ള പരിശുദ്ധ അമ്മയുടെ ആഹ്വാനം. ഈശോയുടെ തിരുശരീര രക്തങ്ങൾ ഏറ്റെടുത്ത് ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനുള്ള പരിശുദ്ധ അമ്മയുടെ ആഹ്വാനം. ദിവ്യ കാരുണ്യത്തിൻ്റെ മക്കളായി മാറുക എന്നുള്ള പരിശുദ്ധ അമ്മയുടെ ആഹ്വാനം. ഈ ആഹ്വാനമാണ് നാം ഇന്ന് ഏറ്റെടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ തിരുശരീര രക്തങ്ങളോട് ചേർന്ന് നിൽക്കുക എന്നുള്ള ആഹ്വാനം നാം ഏറ്റെടുക്കുക? കാരണം
നാളെ കഴിഞ്ഞ് വ്യാഴാഴ്ച ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ തിരുനാളാണ്. ജൂൺ മാസം 19-ാം തീയതി ഈശോയുടെ തിരുശരീര രക്തങ്ങളെ പരസ്യമായി നാം അംഗീകരിച്ച് വണങ്ങി ആരാധിച്ച് ഏറ്റെടുക്കുന്ന വലിയ തിരുനാളിൻ്റെ ദിവസമാണ് കോർപ്പസ് ക്രിസ്തി എന്ന തിരുനാൾ ദിവസം. ഈ ജൂൺ മാസം 19-ാം തീയതി വ്യാഴാഴ്ചയാണ് ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ വലിയ തിരുനാൾ. ഈ തിരുനാളിനനുബന്ധിച്ച് പരിശുദ്ധ അമ്മ നൽകിയ ഈശോയുടെ തിരുശരീര രക്തങ്ങളെ കൂടെ ആരാധിക്കുക, ഈശോയുടെ തിരുശരീര രക്തങ്ങളെ സ്നേഹിക്കുക, ഈശോയുടെ തിരുശരീര രക്തങ്ങളെ സ്വന്തമാക്കുക എന്നുള്ള ഈ സന്ദേശം ഇന്ന് നാം ഏറ്റെടുക്കുന്നത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈശോയുടെ തിരുശരീര രക്തങ്ങൾക്ക് എന്തുകൊണ്ടാണ് നാം ഇത്രമാത്രം പ്രാധാന്യം നൽകുന്നത്? ഈശോയുടെ തിരുശരീരം ഈശോ നമ്മോടൊത്തായിരിക്കുവാൻ, ലോകത്തിൻ്റെ അവസാനം വരെ നമ്മോടൊത്തായിരിക്കുവാൻ പങ്കുവെച്ച് നൽകിയിരിക്കുകയാണ്. ഈശോയുടെ തിരുരക്തം കാൽവരിയിൽ നമുക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മുറിവേറ്റ് അവൻ ഒഴുക്കിയ രക്തം. ആ രക്തമാണ് നമ്മുടെ പാപക്കറകളും പാപത്തിൻ്റെ ശിക്ഷയുമെല്ലാം കഴുകിക്കളയുന്നത്. ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ രക്തം ചിന്തിയത് കൊണ്ടാണ് നാം പാപമോചനത്തിലേക്ക് കടന്നു വന്നത്. ഈശോ നമുക്ക് വേണ്ടി അവൻ്റെ തിരുശരീര രക്തങ്ങൾ കീറി മുറിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തതുകൊണ്ടാണ് നാം ഇപ്പോൾ പാപവിമോചിതരായിരിക്കുന്നത്, പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ തിരുശരീര രക്തങ്ങളെ നാം എത്രമാത്രം ആരാധിച്ചാലും, എത്രമാത്രം ഈശോയോട് നന്ദി പറഞ്ഞാലും മതിവരാത്ത രീതിയിലാണ് നമ്മളും ഈശോയുടെ തിരുശരീര രക്തങ്ങളും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, കോർപ്പസ് ക്രിസ്തി എന്നുള്ള തിരുനാൾ നമ്മൾ അത്രമാത്രം സ്നേഹത്തോടെ ആചരിക്കണം എന്ന് തിരുസഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ 19-ാം തീയതി ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈശോയുടെ തിരുശരീര രക്തങ്ങളോടുള്ള നമ്മുടെ സ്നേഹവും ഭക്തിയും എത്രമാത്രം ഉണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ദിവസങ്ങളിൽ നമുക്ക് കടന്നു പോകുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈശോയുടെ തിരുരക്തത്തിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം എത്രമാത്രമുണ്ട്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ദിവ്യകാരുണ്യ ആരാധന ചാപ്പലുകൾ ഇന്ന് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ എന്താണ് സംഭവിക്കുക? ദൈവത്തെ സ്നേഹിക്കുന്ന മക്കൾ കർത്താവിനെ ആരാധിക്കുവാനായി ഈശോയുടെ തിരുശരീരം സ്ഥാപിച്ചിരിക്കുന്ന ആരാധന ചാപ്പലുകളിലേക്ക് കടന്നു വന്ന് മണിക്കൂറുകളും ദിവസങ്ങളും ചിലവഴിച്ച് ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുന്ന ഒരു കൂട്ടായ്മ ഇന്ന് ലോകത്ത് ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഈ ലോകത്തിന് അത്യാവശ്യമാണ്. ഈശോയുടെ തിരുശരീര രക്തങ്ങളെ മനുഷ്യൻ ആരാധിച്ച് മഹത്വപ്പെടുത്തി സ്വർഗത്തെ പുകഴ്ത്തുവാനും സ്വർഗത്തിൽ നിന്ന് ദൈവകൃപകൾ സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കുന്ന ക്രമീകരണങ്ങളാണ് ഇന്ന് ലോകത്തെമ്പാടും ക്രമീകരിച്ചിരിക്കുക. പരിശുദ്ധ അമ്മ പല പ്രത്യക്ഷപ്പെട്ട അമ്മ പറഞ്ഞു, മക്കളെ, ഈ ലോകത്ത് എവിടെയെല്ലാം എൻ്റെ പുത്രൻ്റെ തിരുശരീരം ആരാധിക്കപ്പെടുന്നുവോ നിങ്ങൾ അവിടേക്ക്, നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും ഇപ്രകാരമുള്ള ആരാധനാ സെൻ്ററുകളുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കടന്നു ചെല്ലണം. എൻ്റെ പുത്രനോട് ചേർന്ന് നിങ്ങൾ സമയം ചെലവഴിക്കണം. എൻ്റെ പുത്രനെ നിങ്ങൾ ആരാധിക്കണം. അങ്ങനെ ദിവ്യകാരുണ്യത്തിൻ്റെ ആരാധകരായി നിങ്ങൾ മാറണമെന്ന് പരിശുദ്ധ അമ്മ ആഗ്രഹിച്ചുകൊണ്ട് സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്.
നമ്മളൊക്കെ ദിവ്യകാരുണ്യത്തിൻ്റെ ആരാധകരായി മാറണം എന്നുള്ള സന്ദേശം. പിന്നെയുള്ള സഹോദരങ്ങളെ, അൽമായരായ സഹോദരങ്ങൾക്ക് ഏതെങ്കിലും വൈദികൻ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചെങ്കിൽ മാത്രമേ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ വൈദികരായ സഹോദരങ്ങൾക്ക് ദൈവം നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. അപ്പോഴൊക്കെ അവർക്ക് ദിവ്യകാരുണ്യത്തെ ആരാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോഴെല്ലാം ദേവാലയത്തിൽ ചെന്ന് ദിവ്യകാരുണ്യം എടുത്ത് എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഞാൻ തിരിച്ചറിയുന്നത് അൽമായരെക്കാൾ ഉപരി കൂടുതൽ വൈദികനും സന്യസ്തനും സമർപ്പിതരുമാണ് ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ സമയം ചിലവഴിക്കേണ്ടത് എന്നുള്ള ഒരു സത്യം ഞാൻ തിരിച്ചറിയുകയാണ്. കാരണം ഇത് ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന വലിയ അനുഗ്രഹമാണ്. ഏത് നിമിഷവും ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുവാൻ, സ്വർഗത്തിൽ 24 മണിക്കൂറും ദിവ്യകാരുണ്യ ഈശോയെ, പിതാവായ ദൈവത്തെ, പരിശുദ്ധാത്മാവിനെ സ്തുതിച്ച് ഹല്ലേലൂയ പാടി ആരാധിക്കുന്ന മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം വൈദികർക്കും സമർപ്പിതർക്കുമൊക്കെ നൽകിയിരിക്കുന്ന വലിയ അനുഗ്രഹമാണ് ദിവ്യകാരുണ്യത്തിൻ്റെ ആരാധനയ്ക്കുള്ള സമയം. അതേത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അൽമായ സഹോദരങ്ങൾ ചുറ്റുപാടും എവിടെയെങ്കിലുമൊക്കെ ദിവ്യകാരുണ്യത്തിൻ്റെ ചാപ്പലുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ചാപ്പലുകൾ മറക്കരുത്. ഒരു ദിവസത്തിൻ്റെ നല്ലൊരു ശതമാനം ദിവ്യകാരുണ്യ ആരാധന ചാപ്പലുകളിൽ ചെലവഴിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങനെ സ്വർഗോന്മുഖരായി മാറുവാൻ നാം സമയം കണ്ടെത്തണം. അതൊരു ഒളിച്ചോട്ടമല്ല. നമുക്ക് നമ്മളെ ഏൽപ്പിക്കുന്ന വിവിധ ഉത്തരവാദിത്വങ്ങളുണ്ട്. ഈ ഉത്തരവാദിത്വങ്ങളെല്ലാം ചെയ്യുമ്പോഴും ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ ഒരു 10 മിനിറ്റ് കടന്നു എന്ന്, ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കടന്നു എന്ന്, ചിലർക്ക് 1 മണിക്കൂർ കടന്നു എന്ന് പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ ദൈവം സമയം അനുവദിക്കുന്നുണ്ടെങ്കിൽ ആ നിമിഷങ്ങളിൽ നാം കടന്നു ചെല്ലണം. ദൈവസന്നിധിയിൽ നാം കടന്നു ചെന്ന് ആരാധിക്കണം. പരിശ്രമിച്ചാൽ തീർച്ചയായും നമുക്കതിന് സാധിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദിവ്യകാരുണ്യ ഈശോയുടെ സാന്നിധ്യം ഏറ്റെടുക്കുവാനുള്ള സന്മനസ്സിൻ്റെ കുറവാണ്. അനേകം മക്കൾക്ക് ആ തീഷ്ണത ലഭിച്ചിട്ടുണ്ട്, എന്നാൽ അനേകം മക്കൾക്ക് ആ തീഷ്ണതയില്ല. രാവിലെ വിശുദ്ധ ബലി അർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലാൻ കൂട്ടാക്കാത്ത സഹോദരങ്ങളുണ്ട്. നമ്മൾ ദേവാലയത്തിൻ്റെ അടുത്താണ് ജീവിക്കുന്നതെങ്കിൽ തന്നെ, ദേവാലയത്തിൻ്റെ മുമ്പിൽ കൂടെ പല പ്രാവശ്യം നടന്നെങ്കിൽ തന്നെ ഒരു വിസീത്ത കഴിക്കുവാൻ പോലും നല്ല സന്മനസ് കാണിക്കാത്ത ക്രൈസ്തവരുണ്ട്. ദിവ്യകാരുണ്യത്തിൻ്റെ ഈ തിരുനാൾ, ഈശോയുടെ തിരുശരീരങ്ങളുടെ തിരുനാൾ നമുക്ക് നൽകുന്ന സന്ദേശം ഇത് തന്നെയാണ്. മക്കളെ, ഈശോയുടെ ശരീരവും ഈശോയുടെ രക്തവും നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ വിസ്മരിക്കരുത്. ഈശോയുടെ രക്തം, ഈശോയുടെ ശരീരം എത്രമാത്രം നമുക്ക് വേണ്ടി പാടുപീഡകൾ സഹിച്ചു. ഈശോയുടെ തിരുരക്തത്താൽ നമ്മളെ വിശുദ്ധീകരിച്ചു. കർത്താവ് തൻ്റെ ശരീരരക്തങ്ങൾ കൊണ്ട് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ മറന്നുകൂടാ. അതുകൊണ്ടാണ് ഈശോയുടെ തിരുശരീര രക്തങ്ങൾ എവിടെയെല്ലാം ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഈശോയുടെ തിരുശരീരങ്ങളോട് ചേർന്നിരിക്കുവാൻ അവസരം കിട്ടുമ്പോൾ അവിടെയെല്ലാം കടന്നു ചെന്ന് ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ മക്കളായി മാറുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഇതാണ്: ഈശോയുടെ തിരുശരീര രക്തങ്ങൾ അമൂല്യമാണ്. ഈ ഈശോയോട് ചേർന്നുള്ള നിത്യജീവിതത്തിലേക്കുള്ള ഒരു ഒരുക്കമാണ് നമ്മൾ ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ ചിലവഴിക്കുന്ന നിമിഷങ്ങൾ. വിശുദ്ധ ഡോൺ ബോസ്കോ ആവർത്തിച്ച് പറഞ്ഞു തരുമായിരുന്നു: മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ കൂടുതൽ പ്രാപിക്കണമെങ്കിൽ സക്രാരിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യത്തെ കൂടെ സന്ദർശിക്കുക എന്ന്. എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ കൂടെ സന്ദർശിക്കുക. നിൻ്റെ ഈശോയുടെ അടുത്തുള്ള നിൻ്റെ സന്ദർശനം ഒരിക്കലും പാഴായി പോകില്ല.
ഈശോയോട് ചേർന്നുള്ള നീ എപ്പോഴൊക്കെ ഒരു വിഷയത്തേക്ക് കടന്നു ചെല്ലുന്നോ ഈശോ സന്തോഷിക്കുന്നു, ഈശോ അനുഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിനക്ക് എത്രമാത്രം കൂടുതൽ ദൈവാനുഗ്രഹം നിൻ്റെ ജീവിതത്തിൽ നീ ഏറ്റെടുക്കുവാൻ പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദേവാലയത്തിലെ അൾത്താരിൽ എഴുന്നള്ളിയിരിക്കുന്ന, ഇല്ലെങ്കിൽ സക്രാരിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ നീ കൂടെ സന്ദർശിക്കുക. ഇത് വിശുദ്ധ ഡോൺ ബോസ്കോ പറഞ്ഞു തന്നിരിക്കുന്ന വാക്കുകളാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഇന്ന് ദിവ്യകാരുണ്യനാഥൻ്റെ ഈ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. എവിടെയൊക്കെ ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കുവാൻ അവസരം കിട്ടുന്നുവോ അവിടെയെല്ലാം കടന്നു ചെന്ന് കർത്താവിനെ ആരാധിക്കും. വൈദികരായ സഹോദരങ്ങൾക്ക്, സന്യസ്തർക്കൊക്കെ എടുക്കാൻ സാധിക്കുന്ന തീരുമാനമാണ് ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും വിശുദ്ധ മദർ തെരേസ ചെയ്തതുപോലെ, ഇല്ലെങ്കിൽ കാർഡിനൽ ന്യൂമാൻ ചെയ്തതുപോലെ, നമുക്ക് അമേരിക്കയിൽ ആർച്ച് ബിഷപ്പായിരുന്ന ഫുൾട്ടൻ ജെഷിൻ ചെയ്തുകൊണ്ടിരുന്ന പോലെ, ഇന്ന് ലോകത്ത് അനേകായിരങ്ങൾ ചെയ്യുന്നത് പോലെ 1 മണിക്കൂറെങ്കിലും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ എല്ലാ ദിവസവും ചിലവഴിക്കുവാനുള്ള ഒരു കൃപ നാം പ്രാർത്ഥിച്ച് നേടിയെടുക്കണം. ലോകം നമ്മളെ പലതിലേക്കും ക്ഷണിക്കുമ്പോൾ, ലോകം നമ്മളെ വ്യത്യസ്ത സാഹചര്യങ്ങളിലേക്ക്, പല ആകർഷണങ്ങളിലേക്കും ക്ഷണിക്കുമ്പോൾ, ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ 1 മണിക്കൂറെങ്കിലും ചിലവഴിക്കാൻ സാധിക്കാതെ പോകുന്ന പൗരോഹിത്യ ജീവിതങ്ങളും സന്യസ്ത ജീവിതങ്ങളും നഷ്ടപ്പെടുത്തുന്നത് വലിയ ദൈവകൃപകളാണ്, അമൂല്യമായ നിമിഷങ്ങളാണ്. ദൈവം കരങ്ങളിൽ വച്ച് തരുന്ന സ്വർഗത്തിൻ്റെ വിലയേറിയ മുത്തുകളാണ് നാം നഷ്ടപ്പെടുത്തുന്നത്. 1 മണിക്കൂറെങ്കിലും ദിവ്യകാരുണ്യ സന്നിധിയിൽ ചിലവഴിക്കാൻ സാധിക്കാത്ത പൗരോഹിത്യ സന്യാസ ജീവിതങ്ങൾ എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ കോർപ്പസ് ക്രിസ്റ്റിയുടെ ഈശോയുടെ തിരുശരീരത്തങ്ങളുടെ തിരുനാൾ ദിവസം നാം ഏറ്റെടുക്കണം. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് സഭയൊന്നു ചേർന്ന്, വൈദികരും സന്യസ്തരും അൽമായരും എല്ലാവരും ഒന്ന് ചേർന്ന് ദിവ്യകാരുണ്യത്തെ സ്നേഹിച്ചുകൊണ്ട്, ദിവ്യകാരുണ്യ സന്നിധിയിൽ മണിക്കൂറുകൾ ചിലവഴിച്ചുകൊണ്ട്, ദിവ്യകാരുണ്യത്തിനെതിരായി മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ എന്ന ഒരു ഓർമ്മപ്പെടുത്തലും ഈ തിരുനാളിന് വേണ്ടിയുള്ള ഈ ഒരുക്ക ദിവസത്തിൽ എനിക്കും നിങ്ങൾക്കും നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ ഈ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈശോയുടെ തിരുശരീര രക്തങ്ങൾ ഓരോ വിശുദ്ധ കുർബാനയിലും നാം സ്വീകരിക്കുമ്പോൾ യോഗ്യതയോടുകൂടി അവ സ്വീകരിക്കണം എന്നുള്ള കാര്യം. ഈശോയുടെ തിരുശരീര രക്തങ്ങൾ നാം സ്വീകരിക്കുമ്പോൾ അയോഗ്യതയോടുകൂടി അത് പരികർമ്മം ചെയ്യരുതെന്നും, ഈശോയുടെ തിരുശരീര രക്തങ്ങളെ യോഗ്യതയോടുകൂടി മാത്രമേ സ്വീകരിക്കാവുള്ളൂവെന്നുമുള്ള തിരിച്ചറിവും നാം ഇന്ന് ഏറ്റെടുക്കുകയാണ്. ഈശോയുടെ തിരുശരീര രക്തങ്ങൾ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: വിശുദ്ധമായവ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുന്നവർ വിശുദ്ധരാകും. ഇന്ന് ലോകത്ത് ഏറ്റവും പരിശുദ്ധമായ കാര്യം വിശുദ്ധ കുർബാനയാണ്, ഈശോയുടെ തിരുശരീര രക്തങ്ങളാണ്. വെറും ഒരു ഗോതമ്പപ്പം ഈശോയുടെ ശരീരമായി മാറുന്ന, ഒരു അല്പം വീഞ്ഞ് യഥാർത്ഥത്തിൽ ഈശോയുടെ തിരുരക്തമായി മാറുന്ന ആ സ്വർഗത്തിൻ്റെ ഒരിക്കലും വിവരിക്കാനാവാത്ത ആ അമൂല്യമായ നിമിഷങ്ങൾ ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ ഏറ്റെടുക്കുമ്പോൾ എത്രമാത്രം യോഗ്യതയോടുകൂടിയാണ്, എത്രമാത്രം പരിശുദ്ധിയോടുകൂടിയാണ് ഈ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുന്നത് എന്ന് പരിശോധിക്കുവാനും ഈ തിരുനാൾ നമ്മളെ സഹായിക്കണം. അങ്ങനെ പ്രിയമുള്ള സഹോദരങ്ങളെ, അനുദിന വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ അനുദിനം നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട് വേണം കർത്താവിൻ്റെ ഈ ബലിയിൽ അതുകൊണ്ടാണ് കൊറിന്തോസിൻ്റെ ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൽ വിശുദ്ധ ലിഖിതത്തിൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുക: അയോഗ്യതയോടുകൂടി ആരെങ്കിലും ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രം നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതെന്ന്. ഇത് ഗൗരവമായൊരു കാര്യമാണ്. അയോഗ്യതയോടുകൂടി
ആരെങ്കിലും ഈ അപ്പം ഭക്ഷിക്കുകയും ആരെങ്കിലും ഈ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ്. കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരായി അവൻ പാപം ചെയ്യുന്നു. ഇതിനാലാണ് നിങ്ങളിൽ പലരും രോഗികളായി തീർന്നിരിക്കുന്നതും നിങ്ങളിൽ പലരും മരിച്ചു പോയിരിക്കുന്നതെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പൗലോസ്ലീഹ കൊറിന്തോസിന് എഴുതിയ ലേഖനത്തിലൂടെ, കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ. അതിനാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ എത്രമാത്രം ഗൗരവമായി എടുക്കണമെന്നും നമ്മൾ ഓരോ വിശുദ്ധ ബലിയിലും എത്രമാത്രം സീരിയസായി സംബന്ധിച്ച് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ സ്വന്തമാക്കണമെന്നും വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നാം മനസ്സിലാക്കുകയാണ്. ഇനി പ്രിയമുള്ള സഹോദരൻ, ഇന്ന് നമ്മുടെയൊക്കെ അൾത്താരകളിൽ കാണുന്ന അപകടകരമായൊരു കാഴ്ചയുണ്ട്. ഈ കർത്താവിൻ്റെ തിരുശരീരം കരങ്ങളിൽ സ്വീകരിക്കുവാൻ അനുവാദം ലഭിച്ചതിന് ശേഷം ഈശോയുടെ തിരുശരീരം ലോകത്ത് എത്രമാത്രം ദേവാലയങ്ങളിലാണ് അവഹേളിക്കപ്പെടുന്നത്. പല പ്രാവശ്യം ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ദേവാലയങ്ങളിൽ നമുക്കറിയാം, കരങ്ങളിൽ ദിവ്യകാരുണ്യം കൊടുക്കുമ്പോൾ അശ്രദ്ധമായി പരികർമ്മം ചെയ്യുന്നതും ദിവ്യകാരുണ്യത്തിൻ്റെ പാർട്ടിക്കിൾസ് മനുഷ്യൻ കൺസ്യൂം ചെയ്യാതെ താഴെ വീണ് ചവിട്ടി നടക്കുന്നതൊക്കെ ദിവ്യകാരുണ്യ അവഹേളനമാണ്. തീർച്ചയായും ഞാൻ ഓർക്കുകയാണ്, നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ എല്ലാവരും പണ്ടത്തെ പോലെ നാവിൽ മാത്രം ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എത്രമാത്രം ദിവ്യകാരുണ്യ അവഹേളനങ്ങൾ നിർത്തലാക്കപ്പെടും, ദിവ്യകാരുണ്യം എത്രമാത്രം സ്നേഹിക്കപ്പെടും എന്ന് ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ വ്യക്തിപരമായെങ്കിലും ഈശോയോടുള്ള സ്നേഹം കൊണ്ട് ദിവ്യകാരുണ്യത്തെ ഏറ്റവും യോഗ്യതയോടുകൂടി നാവിൽ തന്നെ സ്വീകരിക്കുവാൻ പരിശ്രമിക്കുവാൻ ഉള്ളൊരു കൃപ നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ദിവ്യകാരുണ്യം പരികർമ്മം ചെയ്യുന്ന ബലിവേദികളിൽ പലപ്പോഴും വളരെ വേദനയോടുകൂടി ഞാൻ കണ്ടിട്ടുണ്ട്. ദിവ്യകാരുണ്യത്തിൻ്റെ പാർട്ടിക്കിൾസ് അവിടെ അൾത്താരിൽ വീണ് കിടക്കുമ്പോൾ അത് ആ പാറ്റേൺ കൊണ്ട്, പീലാസ കൊണ്ട് അന്ന് കളക്ട് ചെയ്ത് എടുക്കാൻ പോലും സമയം കണ്ടെത്താതെ അതെല്ലാം മടക്കിക്കെട്ടി ഓടിപ്പോകുന്ന ചില ശുശ്രൂഷകരെ, കർത്താവിൻ്റെ തിരുശരീരത്തങ്ങൾ എവിടെയെല്ലാം അവഹേളിക്കപ്പെടുന്നു. നമ്മുടെ അശ്രദ്ധ മൂലം നമ്മൾ വിശുദ്ധ കുർബാന വിശുദ്ധമായവ ശ്രദ്ധയോടുകൂടി പരികർമ്മം ചെയ്യാത്തത് മൂലം, വിശുദ്ധമായവ വിശുദ്ധിയോടുകൂടി പരികർമ്മം ചെയ്യാത്തത് മൂലം, മറ്റ് പലതിനും വേണ്ടി നാം ധൃതിഗതിയിൽ കൂദാശകൾ പരികർമ്മം ചെയ്യുമ്പോൾ എന്ത് അപകടകരമായ വീഴ്ചയാണ് അവിടെ വരുത്തുന്നതെന്ന് ഓരോ ശുശ്രൂഷകനും വൈദികനും പുരോഹിതരും തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രാർത്ഥിക്കണം ഈ സാഹചര്യത്തിൽ. അവഹേളിക്കപ്പെടുന്ന ദിവ്യകാരുണ്യത്തിന് ഇതിനായി നമ്മൾ പരിഹാരം ചെയ്യണം. നമ്മൾ ഓരോരുത്തരും സാധിക്കുന്ന രീതിയിൽ ഈശോയ്ക്കെതിരായി, ഈശോയുടെ തിരുശരീരങ്ങൾക്കെതിരായി പാപം ചെയ്യുന്ന മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് ഒരു ദിവ്യകാരുണ്യത്തെ സ്നേഹിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ മക്കളായി, ദിവ്യകാരുണ്യത്തിൻ്റെ സ്നേഹിതരായി ഈശോയുടെ തിരുശരീരങ്ങളെ ആരാധിച്ച് മഹത്വപ്പെടുത്തി സ്വർഗത്തെ മഹത്വപ്പെടുത്തുന്ന പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും പരിശുദ്ധാത്മാവായ ദൈവത്തെയും മഹത്വപ്പെടുത്തുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ മക്കളായി ഈ ലോകത്ത് ജീവിക്കുവാനും അങ്ങനെ ദിവ്യകാരുണ്യനാഥൻ്റെ കൂട്ടുകാരായി നിത്യജീവിതത്തിലേക്ക് അവനോടുകൂടെ പ്രവേശിക്കുവാനുമുള്ള അനുഗ്രഹം ഈശോയുടെ തിരുശരീരങ്ങളുടെ ഈ തിരുനാൾ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇത് വ്യക്തിപരമായ ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം അത് വ്യക്തിപരമായി നാം ആർജിച്ചെടുക്കണം. വിശുദ്ധ കുർബാനയിൽ ചേർന്ന് നിന്ന് അവനെ ആരാധിക്കുവാനും അവൻ്റെ കൂടെ സമയം ചെലവഴിക്കുവാനും ദിവ്യകാരുണ്യനാഥനോട് ചേർന്നിരിക്കുവാനുമുള്ള ഒരു കൃപ അത് വ്യക്തിപരമായി നാം പ്രാർത്ഥിച്ച് നേടിയെടുക്കണം. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നൊരു കാര്യമല്ല. പ്രാർത്ഥിക്കണം, സമയം ചെലവഴിക്കണം,
അപ്പോൾ ആണ് ഈശോയോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ ജീവിതത്തിൽ നാം പ്രകടമാക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്ന ഇപ്രകാരമാണ് സഹോദരങ്ങളെ, ഈശോ വ്യക്തിപരമായി നമ്മളെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്തുവെങ്കിൽ ഞാൻ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? ഈശോയുടെ തിരുശരീര രക്തങ്ങളിൽ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ വ്യക്തിപരമായി ഓരോരുത്തരും ഈശോയുടെ മക്കളെങ്കിൽ നമ്മൾ ചിന്തിക്കണം, എൻ്റെ ഈശോ എന്നെ സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ തിരുശരീരം എനിക്ക് ആത്മീയ ഭക്ഷണമായി കീറിമുറിച്ച് നൽകി അവനെൻ്റെ ഹൃദയത്തിൽ സ്ഥിരം നിത്യം വസിക്കുകയാണ്. അവൻ്റെ തിരുരക്തം എനിക്ക് പകർന്നു നൽകി അവൻ നിത്യകാലം എൻ്റെ ഹൃദയത്തിൽ വസിക്കുകയാണ്. ഇത്രമാത്രം കർത്താവ് എന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ എത്രമാത്രമാണ് എൻ്റെ തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്നത്? ഈശോയുള്ള സ്നേഹത്തെ പ്രതി ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നും പരിശോധിക്കുവാൻ ഈ തിരുനാൾ നമ്മെ സഹായിക്കണം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ദേവാലയങ്ങളിലും നമ്മുടെയൊക്കെ ആശ്രമങ്ങളിലുമൊക്കെയുള്ള ദിവ്യകാരുണ്യനാഥനെ നമ്മൾ സമയം കൊണ്ട്, നമ്മുടെയൊക്കെ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ ചിലവഴിച്ചുകൊണ്ട് നമ്മൾ ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ച് അവൻ്റെ സ്നേഹിതരായി ഈ ലോകത്തിലുള്ള ശിഷ്ടകാലം ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ദിവ്യകാരുണ്യത്തോടുള്ള നമ്മുടെ സ്നേഹം കണ്ട്, ദിവ്യകാരുണ്യത്തെ ആരാധിക്കുവാനുള്ള നമ്മുടെ തീക്ഷ്ണത കണ്ട് ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് മറ്റ് പലരും കടന്നു വരുവാനും അങ്ങനെ അവരെല്ലാം ദിവ്യകാരുണ്യത്തിൻ്റെ സ്നേഹിതരായി മാറുവാനുമുള്ള ഒരു ക്രമീകരണം നമ്മളിലൂടെ സ്വർഗം നടത്തുന്നതിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദിവ്യകാരുണ്യനാഥൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഒരു ഉപകരണമായി നമുക്ക് ഈ തിരുനാൾ ദിവസം സമർപ്പിക്കാം. ദിവ്യകാരുണ്യത്തിനെതിരായി, ഈശോയുടെ തിരുശരീരങ്ങൾക്കെതിരായി മനുഷ്യൻ ചെയ്യുന്ന ഓരോ പാപങ്ങൾക്കും പരിഹാരം ചെയ്യാനുള്ള ഒരു പരിഹാര ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു കൃപയും ഈ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാൾ ദിവസം നമുക്ക് പ്രാർത്ഥിച്ച് നേടിയെടുക്കാം. അതിനായി സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയാണ്. പരിശുദ്ധ അമ്മ ഈശോയുടെ തിരുശരീര രക്തങ്ങളെ കരങ്ങളെടുത്ത അമ്മയാണ്. അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങളോട് കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.